വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നുവെന്ന് പോലീസ്. പ്രകോപനമുണ്ടാക്കിയത് പാൽരാജാണെന്നും എഫ്ഐആറിലുണ്ട്. പ്രതിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. സർക്കാരും പോലീസും ആവശ്യമായ സുരക്ഷ നൽകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വധശ്രമം, ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നിവയടക്കം 3 വകുപ്പുകളാണ് പാൽരാജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുട്ടിയുടെ അച്ഛനോട് പ്രതിക്ക് വിരോധമുണ്ടായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ടെത്തിയ പാൽരാജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്നും പീരുമേട് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു. ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മകളുടെ മരണത്തിന് പിന്നാലെ പിതാവിനും മുത്തച്ഛനും നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്കയിലാണ് കുടുംബം. ഞങ്ങൾക്കിപ്പം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരു പ്രശ്നത്തിലില്ല. പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവനവിടെ കടയിട്ടുകൊണ്ട് അവൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര തെരുവിളിയാ. കുഞ്ഞിനെയും കൊന്നിട്ട് ഞങ്ങളിപ്പോൾ വെളിയിൽ നടക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? ഇരയുടെ കുടുംബം തുടർച്ചയായി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന ആരോപണവുമായി പാൽരാജിന്റെ കുടുംബവും രംഗത്തെത്തി. അച്ഛൻ നടന്നു പോകുമ്പോൾ ഇറങ്ങി ഓടിച്ചെന്ന് അടിക്കുക. പലപ്പോഴും ഈ കണ്ണന്റെ കുടുംബക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്നത്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഇരയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. മകളെ നഷ്ടപ്പെട്ട കുടുംബം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ഇവർ ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ സംരക്ഷണമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. വണ്ടിപ്പെരിയാർ ആക്രമണ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പാൽരാജിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. സന്ദീപ് രാജാക്കാടുണ്ട് വിവരങ്ങളുമായി. സന്ദീപ്, എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ചോദ്യം ചെയ്യലിൽ എന്താണ് പാൽരാജ് പറയുന്നത്? വിനീത, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറ്റം പോലീസിനെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നത് കരുതിക്കുട്ടി നടത്തിയിരിക്കുന്നതാണ്. ഇതൊരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം ഉപദ്രവിക്കുക ഇല്ലെങ്കിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതി എത്തിയത് എന്നാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇതിനുശേഷവും കൂടുതൽ വിശദമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പൊതുജനമധ്യത്തിൽ വെച്ച് ആക്രമിക്കുക, അതുപോലെ തലയ്ക്ക് ആഴത്തിൽ പരിക്കേൽപ്പിക്കുക, ഒപ്പം തന്നെ വധശ്രമം, കരുതിക്കൂട്ടി വധിക്കാൻ ശ്രമിച്ചു, ഈ തരത്തിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൻ പ്രകാരമാണ് ഇപ്പോൾ എഫ്ഐആർ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും പ്രതിക്കെതിരെ കുറ്റം ചുമത്തി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം KPCCയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അല്പസമയത്തിനു ശേഷം KPCCയുടെ നേതൃത്വത്തിലുള്ള വനിതാ മാർച്ച്, മഹിളാ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കും. കക്കിക്കവലയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീജനങ്ങൾ പങ്കെടുക്കും എന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. കാലേ കൂട്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ കക്കിക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അപ്പുറത്തുള്ള ഗ്രാമപഞ്ചായത്തിന് മുമ്പിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളന വേദിയിൽ പൊതുസമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. വിവാദങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പെൻഷന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധവുമായിട്ടൊക്കെ എത്തിയ മറിയക്കുട്ടി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ KPCC വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള KPCCയുടെ വലിയ